نتوق إلى العلم من نبعه ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർ മദീനയിലെത്തിയതിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ സ്വഹാബിമാരെയും മദീനക്കാരായ അൻസ്വാരികളായ സ്വഹാബിമാരെയും പരസ്പരം സഹോദരന്മാരാക്കിയിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളുടെ കൂട്ടത്തിൽ സഹോദരനായി നൽകിയത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം പറയാണ്, അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് സിയാറത്ത് ചെയ്തപ്പോൾ ഫറഅ ഉമ്മു ദർദാഇ മുതബദ്ദിലതൻ, അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയെ മുതബദ്ദിലത്തായി കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. എന്താണ് മുതബദ്ദിലത്ത് എന്ന് പറഞ്ഞാൽ? മുഹദ്ദിസുകൾ വിശദീകരിക്കുകയാണ്. യാനി അതുകൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ തൽബസു സിയാബൽ ഖിദ്മതി, അഥവാ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യുന്ന പെണ്ണുങ്ങൾ ധരിക്കുന്ന അതേ കോലത്തിൽ അതേ വേഷം ധരിച്ച് നല്ല വസ്ത്രമൊന്നും ധരിക്കാതെ
ആ രൂപത്തിൽ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയെ സൽമാൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കോലത്തിൽ നിൽക്കുന്നത്? നല്ലൊരു വസ്ത്രമല്ല, ഈ ഖിദ്മത്ത് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന സ്ത്രീകൾ ധരിക്കുന്ന ആ ഒരു വേഷം ധരിച്ചിട്ടൊക്കെ എന്താണ് നിങ്ങൾ നിൽക്കാനുള്ള കാരണം? അപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ അതിന് കൊടുത്ത മറുപടി, അഹൂക അബൂ ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ദുനിയാവിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇനി ഞാൻ നല്ല രൂപത്തിൽ അണിഞ്ഞൊരുങ്ങിയാലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കാനുള്ള കാരണമെന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു അന്ന് അവിടെ താമസിക്കുമ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി കൊടുത്തിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഭക്ഷണം കഴിക്കുക, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇത് ഫർദ് നോമ്പല്ല, സുന്നത്ത് നോമ്പാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ എന്ത് ചെയ്യൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല. അവസാനം അബൂ ദർദാ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു. രാത്രി രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട വിരിപ്പും കാര്യങ്ങളെല്ലാം അബൂ ദർദാ റളിയല്ലാഹു അൻഹു തയ്യാറാക്കി. പക്ഷെ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എണീറ്റു. അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. ആ നിസ്കരിക്കുന്ന സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ഉറങ്ങണം, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറങ്ങൂല, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. അപ്പോൾ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ആ ഭാഗത്ത് കടന്നു. പിന്നീട് അദ്ദേഹം പെട്ടെന്ന് എണീറ്റു, നമസ്കരിക്കാൻ വേണ്ടി എണീക്കുകയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, നിങ്ങൾ ഉറങ്ങണം. അവസാനം രാത്രിയുടെ അവസാന സമയമെത്തിയപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. എന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വാക്കുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട മനോഹരമായ വാക്കാണ് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ലിറബ്ബിക അലൈക ഹഖൻ വലിനഫ്സിക അലൈക ഹഖൻ വലി അഹ്ലിക അലൈക ഹഖൻ. അഥവാ താങ്കളുടെ റബ്ബിന് താങ്കളിൽ നിന്ന് ചില അവകാശങ്ങളുണ്ട്, അഥവാ നിങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട ചില കടമകളും ബാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനും നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകളും കടമകളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകേണ്ട ഹക്കുകളും കടമകളുണ്ട്. ഈ സംഭവം ഇങ്ങനെ നടന്നു. പിറ്റേ ദിവസം അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പോയിട്ട് പറയാണ്, നബിയെ, ഞാൻ ഇന്നലെ സുന്നത്ത് നോമ്പ് എടുത്തിരിക്കുകയായിരുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു എന്നെ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്തു, നോമ്പ് മുറിപ്പിച്ചു. ഞാൻ രാത്രി സുദീർഘമായി നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ രാത്രി ഉറങ്ങി രാത്രിയുടെ അവസാന സമയത്താണ് ഞാൻ നിസ്കരിച്ചത് എന്ന രൂപത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വദഖ സൽമാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന് നൽകേണ്ട ചില കടമകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിനെ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ, രാത്രി ഉറങ്ങാതെ എണീറ്റ് നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ കൂടെ കിടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതൊന്നുമില്ലാതെ എല്ലാം ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് ചില ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകേണ്ട ചില കടമകളും ബാധ്യതകളുണ്ട് എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. ഈ ചരിത്രത്തിൽ നിന്നും വിശ്വാസികളായ നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്നറിയോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഇണക്ക് നൽകേണ്ട ചില കടമകളും ബാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൻ്റെ 21-ാമത്തെ ആയത്തിൽ പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്. നബി ആയിഷ ബീവിയോട് ചോദിക്കാണ്, ഉമ്മ,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു. അഥവാ ഖുർആനിൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലുണ്ട്. ഖുർആനിൽ എന്തെല്ലാം മോശമായ സ്വഭാവങ്ങളുണ്ടോ ആ മോശമായ സ്വഭാവങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും പ്രവാചകൻ നമുക്ക് മാതൃകയാണ്. ഒരു യോദ്ധാവ് എന്ന നിലയിൽ, ഒരു സൈനിക നായകൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ. സ്വാലിഹായ ഭർത്താവ് എന്നാണ് നാം ഇന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ള വിഷയം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രവാചകൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മളെല്ലാവരുടെ മുമ്പിലും മാന്യനാണ്. എല്ലാവരുടെ മുമ്പിലും നമുക്ക് സ്ഥാനമുണ്ട്. ആളുകളുടെ മുമ്പിൽ സ്ഥാനവും മാനവും, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ എല്ലാ മേഖലയിലും പ്രത്യേകതയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മുടെ ഇണയുടെ മുമ്പിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ബാക്കിയുള്ള ആളുകളോടൊക്കെ നമ്മളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാനുണ്ടാകും. എന്നാൽ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ എത്രത്തോളം നല്ലവനാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വിഷയമുണ്ട്, കൂടെ കിടന്ന ആൾക്കേ രാപ്പനി അറിയൂ എന്നുള്ളത്. നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണെന്ന് A to Z അറിയുന്ന വ്യക്തി ഒന്ന് നമ്മുടെ ഭാര്യയാണ്. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാൽ സഹോദരന്മാരെ, മുഹമ്മദ് നബിയെ പോലെ ഒരു മാതൃകാ ഭർത്താവാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴോളം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ വിശദീകരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇത് പറയുന്ന ഞാനും ഒരു ഭർത്താവാണ്. പറയുന്ന എന്നിൽ നിന്നാണെങ്കിലും കേൾക്കുന്ന നിങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ പോരായ്മകൾ ഉണ്ടാകും. അള്ളാഹു ആ പോരായ്മകളെല്ലാം മാറ്റി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഭർത്താവായിക്കൊണ്ട് മാറാനുള്ള തൗഫീക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ഭർത്താവാകണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് തൻ്റെ ഇണയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ സ്നേഹിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയെയാണ്. ഒരിക്കൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലൈക, ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ആയിഷ എന്നുള്ളതാണ്. എൻ്റെ ഭാര്യയായ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ഭാര്യയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്, ബാക്കിയുള്ള ഭാര്യമാർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവരൊരിക്കൽ എന്ത് ചെയ്തു, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഈ വിഷയം പറഞ്ഞു. പാനോട് പോയിട്ട് ഇതൊന്ന് പറയണം, ആയിഷ ബീബിയെ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൽ ബാക്കിയുള്ള ഭാര്യമാർക്ക് ചെറിയൊരു പ്രയാസമുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടി ഫാത്തിമ ബീവിയെ ബാക്കിയുള്ള ഭാര്യമാർ പറഞ്ഞയച്ചു. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ബാക്കിയുള്ള ഭാര്യമാരാണ് എന്നെ പറഞ്ഞയച്ചത്. അവർക്ക് താങ്കൾ ആയിഷ ബീവിയെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് അവർക്ക് മാനസികമായിട്ട് ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് മറ്റൊരു ഭാര്യയോടുണ്ടാകുന്നൊരു ഈർഷ്യത, ഒരു ഗീറത്ത് അതുണ്ട് നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഫാത്തിമ ബീവി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഐ ബുനയ്യ അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബു. പ്രവാചകൻ ചോദിക്കാണ്, മോളെ ഫാത്തിമ, ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഫാത്തിമ ബീവി പറഞ്ഞു, തീർച്ചയായും നബിയെ, അങ്ങ് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെനിക്കും ഇഷ്ടമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ നീ ആയിഷയെ ഇഷ്ടപ്പെടണം, എനിക്ക് ആയിഷയെ ഇഷ്ടമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രവാചകൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും എല്ലാവരോടും ഒരേ സ്നേഹമായിരുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്.
ആ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളും ബാധ്യതകളും എല്ലാവർക്കും ഒരേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇഷ്ടം അതൊരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്, നമുക്ക് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എല്ലാവരോടും ഒരേ രൂപത്തിലാകൂല ഇഷ്ടം ഉണ്ടാകുക. ഇഷ്ടം അത് ഹൃദയത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ആയിഷ ബീവിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹുബ്ബ ആയിഷ. ആയിഷ ബീവിയെ ഇഷ്ടപ്പെടാൻ എനിക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പം അങ്ങേയറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭാര്യമാരെ ഇഷ്ടപ്പെടുമ്പോഴും കുറച്ചധികം കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇവിടെ നാളെ പരലോകത്ത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള വ്യക്തികൾ ഒരു ഭാര്യയെ കൂടുതലായി കൊണ്ട് പരിഗണിക്കുകയും അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഒരു ഭാഗം ചെരിഞ്ഞവനായി നാളെ പരലോകത്ത് വരുമെന്ന ഹദീസിലുണ്ട്. അഥവാ ഒന്നിൽ കൂടുതൽ 2 or 3 ഭാര്യമാരുള്ളൊരു വ്യക്തി, അയാൾ ഒരു ഭാര്യനെ മാത്രം കൂടുതലായി പരിഗണിക്കുകയാണ്, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്, ബാക്കിയുള്ള ഭാര്യയെ തീരെ പരിഗണിക്കുന്നില്ല എങ്കിൽ ഒരു ഭാഗം ചെരിഞ്ഞവനായി നാളെ പരലോകത്ത് വരും. അത് കടമകൾ പൂർത്തീകരിക്കാത്ത ഭർത്താവാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ വിഷയത്തിലല്ല. സ്നേഹം അത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ അതിലേറ്റക്കുറച്ചിലുണ്ടാകും എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു വ്യക്തി യഥാർത്ഥ സ്വാലിഹായ ഭർത്താവാകണമെങ്കിൽ തൻ്റെ ഇണയെ അങ്ങേയറ്റം സ്നേഹിക്കണമെന്നുള്ളതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഇണയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഭാര്യ എന്നുള്ളത് അതൊരു പാവയല്ല. അവർക്കും അവകാശങ്ങളുണ്ട്, അവർക്കും കടമകളുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ 228 ആയത്തിൽ പറയാണ്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെയാണ് ന്യായപ്രകാരം അവർക്ക് സ്ത്രീകൾക്കും എന്തുണ്ട്? കടമകളുണ്ട്. ഇപ്പം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് എന്ത് ചെയ്യുന്നുണ്ട്? ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചെയ്യേണ്ട കടമകളും അതേപോലെ തന്നെ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. ഹംദും സ്വലാത്തിനും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, അലാ സ്വഹാബത്തെ നിങ്ങൾ അറിയണം, വ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹക്കൻ വലിനിസാഇക്കും അലൈക്കും ഹക്കൻ. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ചില കടമകളുണ്ട്. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ചില കടമകളുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരെ നിങ്ങൾ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട്. എന്താണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെറുക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ വിരിപ്പിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വെറുക്കുന്ന വ്യക്തികളെ യാതൊരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിപ്പിക്കാതിരിക്കുക. അതാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. എന്നാൽ അതിനോട് ചേർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്സിനു ഇലൈഹിന്ന, നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. ഭാര്യമാരോട് മാന്യമായി പെരുമാറണം. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവും നിങ്ങൾ അവർക്ക് നൽകണം. അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ വസ്ത്രവും നൽകണം, ഭക്ഷണവും നൽകണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതൊരു ദൂർത്താകാൻ പാടില്ല. ഇപ്പോൾ ഭർത്താവ് അയാൾക്ക് വേണ്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ബ്രാൻഡഡ് ഷർട്ടും പാൻസൊക്കെ അയാൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഭാര്യയ്ക്കാണെങ്കിൽ അതൊന്നും തീരെ പരിഗണിക്കാതെ അത് ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം വസ്ത്രം വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ അതന്നെ ഏറ്റവും ലോ ക്വാളിറ്റി വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ. ഇവിടെ ദൂരത്തിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷേ അവൾക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണവും വസ്ത്രവും നൽകൽ ഒരു ഭർത്താവിൻ്റെ കടമയാണ്, ബാധ്യതയാണ് എന്നാണ് ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കയറിയിരിക്കണേ, ബാക്കിൽ സ്ഥലമല്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ്. അതിൽ ഒന്നാമത്തെ വിഷയം തൻ്റെ ഇണയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം അവൾക്ക് ഉള്ള അവകാശങ്ങൾ, കടമകൾ എന്ത് ചെയ്യണം? പൂർത്തീകരിച്ച് കൊടുക്കണം. മൂന്നാമത് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമയാണ് ഭാര്യയോട് തമാശ പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീബി പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ഖഹുന്നാസി മഅ നിസാഇഹി. പ്രവാചകൻ നബിയുടെ ഭാര്യമാരുടെ മുമ്പിൽ തമാശ പറയാറുണ്ട്, കോമഡി പറയാറുണ്ട്. ഒരിക്കലും ഒരു കളവല്ല, അവരെ ചിരിപ്പിക്കാൻ വേണ്ടി നല്ല നല്ല തമാശകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അതേപോലെ തന്നെ പ്രവാചകനെ കുറിച്ച് ഭാര്യമാർ പറഞ്ഞതാണ്, ഏറ്റവും അനുകമ്പയുള്ള വ്യക്തിത്വമായിരുന്നു, ഏറ്റവും മാന്യനായിരുന്നു. ഞങ്ങളുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാറുണ്ട്. ഞങ്ങൾ തമാശ പറയുമ്പോൾ പ്രവാചകൻ ആ വിഷയത്തിൽ ചിരിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയാണ്. ചില ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കൂട്ടുകാർക്കിടയിൽ ഇരിക്കുമ്പോൾ നല്ല രൂപത്തിൽ തമാശയും കോമഡിയൊക്കെ പറയും. എന്നാൽ ഭാര്യൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു കാർക്കശക്കാരനായിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഒരു ഗൗരവത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനല്ല. നാം മാതൃകയാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വിശ്വാസി മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹിൻ്റെ റസൂലിന് ഭാര്യമാരോട് തമാശ പറയാൻ മടിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനെ മടി കാണിക്കേണ്ടത് പിന്നെ നമ്മൾ വേറെ ആരോടെ പറയേണ്ടത്? വേറെ ഏത് പെണ്ണിനോട് നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഇണയോടാണ് നമ്മൾ തമാശ പറയേണ്ടത്. അവിടെ അതൊന്നും പറയാതെ അതിങ്ങനെ എന്തോ ഒരു ഗൗരവത്തിൽ ഇങ്ങനെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ചില ആളുകൾ കാണുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഹബീബ് എൻ്റെ കൂടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയണ, ഒരു യാത്രയിൽ ഞാനും എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള സ്വഹാബത്തും ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ മുമ്പിൽ പോകണം. അവർ മുമ്പിൽ പോയി. നബിയും ആയിഷ ബീവിയും ഒറ്റക്കായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനന്ന് ആ സമയത്ത് തീരെ തടിയൊന്നുമില്ല, ഒരു മെലിഞ്ഞ പ്രകൃതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ആയിഷ നമുക്ക് 2 പേർക്കൊന്ന് ഓട്ട മത്സരം നടത്തുക, ആരാണ് വിജയിക്കണതെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് പറയുന്നത് ആരാ? ലോകത്തിൻ്റെ അവസാനത്തെ പ്രവാചകൻ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആയിഷ ബീബി പറയാണ്, ഞങ്ങൾ 2 പേരും ഓട്ട മത്സരം നടത്തി. അതിലെ പ്രവാചകനേക്കാൾ മുമ്പിൽ ഞാനെത്തി. ആ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെട്ടു. 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ മത്സരം നടത്തി. അന്ന് ആയിഷ ബീബി പറയാണ്, അന്ന് പഴയ അവസ്ഥ ഒന്നെല്ലാം കുറച്ച് തടിച്ചിട്ടുണ്ട്, എൻ്റെ കുറച്ച് തടിച്ചിട്ട് എനിക്ക് ഓടാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം അങ്ങനെ ഓടുന്ന സമയത്ത് പ്രവാചകൻ എന്നെ മുൻകടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് എത്തി. എന്നിട്ട് നബി പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? ഹാദിഹി ബിതിൽക, ആയിഷ ഇത് അന്നത്തതിന് പകരാട്ടോ, അന്ന് എന്നെ പരാജയപ്പെടുത്തിയില്ലേ, അതിന് പകരാണ് ഈ മത്സരം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വീർപ്പിങ്ങനെ മുട്ടി നിൽക്കുന്ന എന്തോ ഒരു കാർക്കശക്കാരനായ ഭർത്താവ് ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ വീട്ടിനുള്ളിൽ ഇണയാകണം. പുറത്ത് നമ്മൾ വലിയ എഞ്ചിനീയർ ആയിരിക്കും, വലിയ ഡോക്ടറായിരിക്കും, വലിയ രാഷ്ട്രീയ നേതാവായിരിക്കും, നമ്മുടെ കീഴിൽ 100ഉം 200ഉം സ്റ്റാഫ് ഉണ്ടാകും. എന്തുണ്ടെങ്കിലും ഭാര്യയുടെ മുമ്പിൽ നമ്മൾ ഇണയാണ്. ആ രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നിസാഇന്റെ 19ാമത്തെ ആയത്തിൽ പറയാണ്, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മര്യാദയോടെ മാന്യമായി കൊണ്ട് എന്ത് ചെയ്യണം? സഹവർത്തിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഭാര്യയോട് മാന്യമായി അതേപോലെ തന്നെ നല്ല നിലയിൽ വർത്തിക്കുന്ന ആളുകളാണ്. ഒരിക്കലും ഭാര്യയെ മോശമാക്കുന്ന ഒരു രൂപത്തിലുള്ള വാക്കോ പ്രവർത്തനമോ ഒരു യഥാർത്ഥ വിശ്വാസിയായ ഭർത്താവിൻ്റെ നാവിന്ന് ഉണ്ടാകൂല. പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, മാ അക്റമൻ നിസാഇ ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. ഒരു സ്ത്രീയെ മാന്യനല്ലാതെ ബഹുമാനിക്കുകയില്ല, ഒരു സ്ത്രീയെ മാന്യതയില്ലാത്തവനല്ലാതെ അപമാനിക്കുകയില്ല. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ ഒരു മാന്യനേ കഴിയൂ, ഒരു സ്ത്രീയെ അപമാനിക്കാൻ മാന്യതയില്ലാത്തവനേ കഴിയൂ. എന്ന് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന രീതി എന്താണെന്നറിയോ?
എല്ലാവരുടെ മുമ്പിലും സ്വന്തം ഭാര്യയെ കളിയാക്കാൻ ഒരു മടിയില്ലാത്ത ഭർത്താക്കന്മാർ. 4 ആൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു കോമഡിക്ക് വേണ്ടി, ഒരു തമാശക്ക് വേണ്ടി, അവിടെ ഇരിക്കുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി അവിടെ കളിയാക്കുന്നത് സ്വന്തം ഇണയാണ്. ഒരു പ്രശ്നമല്ല, അതിലൊരു കൂസലുമില്ല. എന്നിട്ട് ഭാര്യ രാത്രി കിടക്കാൻ നിൽക്കുന്ന സമയത്ത് ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ അത് പറഞ്ഞത് എനിക്ക് വിഷമമായിട്ടുണ്ട് കേട്ടോ. ആ മനുഷ്യൻ്റെ മറുപടി എന്താ? ഞാൻ നിൻ്റെ വാപ്പാൻ്റെ മുമ്പിലല്ലേ, ഞാൻ നിൻ്റെ ഉമ്മാൻ്റെ മുമ്പിലല്ലേ, അതിനെന്താ പ്രശ്നം? അയാൾക്കൊരു പ്രശ്നമില്ല. ഇന്ന് ചില രൂപത്തിൽ ചില ആളുകൾ പ്രാങ്ക് ചെയ്യുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട്. സ്വന്തം ഭാര്യയെ പ്രാങ്ക് ചെയ്തുകൊണ്ട് അത് വീഡിയോസ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന 4 വ്യൂസിന് വേണ്ടി, 4 ലൈക്കിന് വേണ്ടി നാണം കെട്ട പരിപാടി ചെയ്യുന്ന ആളുകൾ. സ്വന്തം ഭാര്യയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ട് എന്ത് ലൈക്ക് ഇട്ടിട്ടാ എന്താ കാര്യം? കുറച്ച് റീച്ച് കൂടിയിട്ട് എന്താ പ്രിയപ്പെട്ടവരെ കാര്യം? അതുകൊണ്ട് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. അവളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. 4-മതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, തൻ്റെ ഇണയെ സംരക്ഷിക്കുന്നവനാകണം ഭർത്താവ്. ഒരിക്കലും ഒരു പെണ്ണ് അന്യായമായി കൊണ്ട് ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അത് വീടുകളിലാണെങ്കിലും പുറത്താണെങ്കിലും. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില പുരുഷന്മാർ സ്വീകരിച്ച നയം എന്താണെന്നറിയോ? തൻ്റെ വീട്ടിലെ ആളുകൾ എത്ര മോശമായി കൊണ്ട് തൻ്റെ ഭാര്യയോട് പെരുമാറിയാലും ഇയാൾക്കൊരു പ്രശ്നമില്ല. തൻ്റെ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ എത്ര മോശമായിട്ട് തൻ്റെ ഭാര്യയോട് ആര് പെരുമാറിയാലും ഇയാൾക്ക് പ്രശ്നമല്ല. അപ്പോൾ അയാൾ ന്യായം എന്താണ്? ഇത് അതെൻ്റെ വാപ്പയല്ലേ, അതെൻ്റെ ഉമ്മയല്ലേ, അതെൻ്റെ സഹോദരനല്ലേ, അതെൻ്റെ സഹോദരിയല്ലേ, നീ ഒന്ന് ക്ഷമിച്ചതാ. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവിക്കാൻ വേണ്ടി അവളെ വിട്ടുകൊടുക്കുക. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. നമ്മൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എത്ര വാർത്തകളാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞ് പുതുക്കായിട്ടുള്ളൂ, അപ്പോഴേക്ക് ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്ന എത്ര സഹോദരിമാരുടെ വാർത്തകൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യരെ മനസ്സിലാക്കിക്കോ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങളെല്ലാ ആളുകളും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യും. എന്നിട്ട് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, വറജുലു, ഒരു പുരുഷൻ, റാഇൻ അലാ അഹ്ലി ബൈതിഹി, തൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്. എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്നുണ്ടോ, അവൾ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. ചില ഭർത്താക്കന്മാർ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ, ഭാര്യമാരെന്ന് പറഞ്ഞാൽ അതൊരു മെഷീനാണ്. എത്ര രോഗം വന്നാലും എത്ര പ്രയാസം വന്നാലും അവൾ തന്നെ ഭക്ഷണം പാകം ചെയ്യണം, അവൾ തന്നെ വസ്ത്രം അലക്കണം, അവൾ തന്നെ പാത്രം കഴുകണം. അതൊരു മെഷീനായിക്കൊണ്ട് ഒരു തരത്തിലുള്ള യാതൊരു കരുണയും കാണിക്കാത്ത ചില ഭർത്താക്കന്മാർ, ഒരിക്കലും പ്രിയപ്പെട്ടവർ, ഒരു വിശ്വാസിയായ വ്യക്തിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. തൻ്റെ ഇണ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ, സ്വന്തം കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ പ്രസവിച്ച പെണ്ണാണ്, അവൾ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അതിനർത്ഥം അവരോട്ടൊന്നും ജോലി ചെയ്യിപ്പിക്കണ്ട എന്നുള്ളതല്ല. അവർ ചെയ്യേണ്ട കടമകൾ അവർ പൂർത്തീകരിക്കണം. പക്ഷേ അവർക്കൊരു പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും ഒരു തരത്തിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നമ്മളെല്ലാ ആളുകളും പ്രവാസികളാണ്. ഭാര്യ ഇപ്പോൾ നാട്ടിൽ രോഗമാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കണില്ല. ഇവിടുന്ന് നമുക്ക് അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാൻ, എന്താണ് അവസ്ഥ, മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, എന്താണ് ഇപ്പോൾ വേദന ഉണ്ടോ എന്ന് പോലും ചോദിക്കാതെ അതിനൊന്നും ഒരു നെവർ മൈൻഡായി വിടുന്ന ആളുകളെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ വാതിലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ദ്വാരം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഓട്ട. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തു, ആ വാതിലിലൂടെ എത്തി നോക്കി. ഒരിക്കലും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അള്ളാഹിൻ്റെ റസൂൽ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്തി നോക്കിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു മിദ്റൻ ഉണ്ടായിരുന്നു. മിദ്റൻ എന്ന് പറഞ്ഞാൽ തല വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ എത്തി നോക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. പിന്നീട് അറിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ എത്തി നോക്കിയ സമയത്ത് ഞാനെങ്ങാനും അത് കണ്ടിരുന്നെങ്കിൽ ഈ ഇരുമ്പിൻ്റെ കഷ്ണം കൊണ്ട് ഞാൻ അവൻ്റെ കണ്ണ് പൊട്ടിക്കുമായിരുന്നു. ഇതിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? അഥവാ ഒരു നോട്ടം കൊണ്ടുപോലും തൻ്റെ ഭാര്യയെ ഒരാളും ഉപദ്രവിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
നമ്മുടെ ഭാര്യമാർ അന്യ പുരുഷന്മാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടാണോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. അവർ മറക്കേണ്ട ഭാഗങ്ങൾ അവരുടെ ഔറത്ത് മറച്ചിട്ടുണ്ടോ, അവർ പിന്നെ പർദ്ദ ധരിച്ചിട്ടുണ്ടോ, ഹിജാബ് ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. അതിലൊന്നും യാതൊരു തരത്തിൽ ശ്രദ്ധ കൊടുക്കാത്തൊരു ഭർത്താവായി നമ്മൾ മാറരുത്. എന്നുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ പല സ്ത്രീകൾക്കും പർദ്ദ ധരിക്കാനും ഹിജാബ് ധരിക്കാനും ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നത് ആരാ? ഭർത്താവാണ്. ഭർത്താവിൻ്റെ തീരുമാനം എന്താണ്? നീ അണിഞ്ഞൊരുങ്ങണം, നീ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും മോഡേൺ ഡ്രസ്സ് ഇടണം, എന്നിട്ട് എന്ത് ചെയ്യണം, എൻ്റെ കുടുംബക്കാരും എൻ്റെ കൂട്ടുകാരും വരുന്ന സമയത്ത് ആ സമയത്ത് നീ ഇറങ്ങി വരണം. അതല്ലാതെ പർദ്ദ ധരിച്ചാൽ നിനക്ക് ഒരുപാട് പ്രായം തോന്നും, നിന്നെ കാണാൻ തീരെ ഭംഗിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാമക്കണ്ണുകളുള്ള ആളുകളുടെ മുമ്പിൽ കൊത്തിവലിച്ചിട്ട് കൊടുക്കാനുള്ളതല്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുന്നവനായിരിക്കും യഥാർത്ഥ നല്ല ഒരു ഭർത്താവ്. അഞ്ചാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും നല്ല ഒരു ഭർത്താവ് ദയ്യൂസ് ആകൂല. എന്താ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ. ശ്രദ്ധിക്കണേ, 3 വിഭാഗം ആളുകൾ ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, ഈ 3 വിഭാഗം ആളുകളെ അള്ളാഹു നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല. ആരാണ് ആ 3 വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ കുലി വാലിദൈഹി വദയ്യൂസ് വറജിലതു മിനൻ നിസാ. ഒന്നാമത്, സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന വ്യക്തി, ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, അള്ളാഹു തിരിഞ്ഞു നോക്കൂല. രണ്ടാമത്തെ വ്യക്തി, പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുന്ന സ്ത്രീ, പുരുഷന്റെ വേഷം ധരിച്ച് പുരുഷന്റെ രൂപത്തിലാകാൻ ശ്രമിക്കുന്ന സ്ത്രീയെയും അള്ളാഹു തിരിഞ്ഞു നോക്കൂല. മൂന്നാമത് പറഞ്ഞത് എന്താണെന്നറിയോ? ദയ്യൂസാണ്. ആ ദയ്യൂസ് നമ്മളാണോ എന്നുള്ളത് ആലോചിക്കും. എന്താ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? മുഹദ്ദിസുകൾ പറയാണ്, വഹുവല്ലദീ, അവനെന്ന് പറഞ്ഞാൽ ആരാ? യർലസു അവ യുഖിറു ബിൽ ഫായിശതി ഫി അഹ്ലിഹി, തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന മോശ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവനും തൃപ്തിപ്പെടുന്നവനാണ്. കുടുംബത്തിൽ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലാത്തൊരു മനുഷ്യൻ. തൻ്റെ വീട്ടിൽ ആരാണ് വരുന്നത്, ആരാണ് പോകുന്നത്, അതിലൊന്നും യാതൊരു ശ്രദ്ധയില്ല. അതൊന്നും അയാളുടെ ചിന്ത തന്നെയല്ല. ആരുടെ കൂടെ എൻ്റെ ഭാര്യ വന്നാലും അയാൾക്ക് പ്രശ്നമല്ല, ആരുടെ കൂടെ ഭാര്യ പോയാലും അയാൾക്ക് പ്രശ്നമല്ല. ചില ആളുകളൊക്കെ പറയലുണ്ട്, എൻ്റെ ഭാര്യ ഭയങ്കര സോഷ്യലാണ്, മറ്റുള്ള ആളുകളായിട്ട് നല്ല മിംഗ്ലിംഗ് ഉണ്ട്. അവന് ചിലപ്പോൾ മറ്റുള്ള അന്യ പുരുഷന്മാരുടെ അവിടെ ആൺ സുഹൃത്തുക്കളുടെ കൂടെയാണ് രാത്രി വീട്ടിലേക്ക് വരാറ്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് അന്യ പുരുഷന്മാർ കയറി വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരു സ്വഹാബി ചോദിക്കാണ്, അല്ലാഹുവിൻ്റെ റസൂല ഫറഅയ്തുമുൽ ഹമുവ, ഹമുവിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? എന്താ ഹമു എന്ന് പറഞ്ഞാൽ? ഭർത്താവിൻ്റെ സഹോദരന്മാർ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാകട്ടെ, അനിയനാകട്ടെ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കളാകട്ടെ, ഭർത്താവിൻ്റെ കൂട്ടുകാരാകട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ കയറി വരുന്നതിനെ കുറിച്ചിട്ട് എന്താ നബി അഭിപ്രായം? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി അൽഹമുൽ മൗത്ത് എന്നാണ്. അത് മരണത്തിന് തുല്യം. ഇത് പറയുന്ന സമയത്ത് ഇവരൊക്കെ പ്രാചീന കാലഘട്ടത്തിലുള്ള ആളുകളാണ്, ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയാലും ഒരു മുസ്ലിം ഇത് തന്നെ പറയും. ഇതിൽ യാതൊരു മടിയില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആരുടെ മുമ്പിലും അത് പറയാൻ ലജ്ജിക്കുന്നവരാകരുത് വിശ്വാസികൾ. ഇന്ന് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയനാണ് എന്ത് ചെയ്യണത്, പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നതും കൊണ്ടുവരുന്നതും ഒരു പ്രശ്നമല്ല. ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭർത്താവിൻ്റെ നാട്ടിലെ കൂട്ടുകാരാണ് ഈ ഭാര്യയെ ഹോസ്പിറ്റലിലേക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി കൊണ്ടുപോകണത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അവനാണ് ദയ്യൂസ്. കുടുംബത്തിൽ എന്ത് മോശപ്പെട്ട പ്രവർത്തനം നടന്നാലും അയാൾക്ക് ഒരു കൂസലുമില്ല, ഒരു പ്രശ്നമില്ല. ആരുടെ കൂടെ പോയാലും ആരുടെ കൂടെ വന്നാലും എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു ചിന്തയുമില്ല. ഈ വിഭാഗം ആളുകളെ അള്ളാഹു നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല, അവരെ തിരിഞ്ഞു നോക്കൂല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണേണ്ടത്. ഇതിലേക്ക് ചേർത്തി മനസ്സിലാക്കേണ്ട വിഷയം, ഒരിക്കലും ഒരു നല്ല ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ആളുകളോട് പറയില്ല. ഒരു താബിഈ പണ്ഡിതൻ്റെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് എന്ത് ചെയ്തു, പിന്നെ ചില ആളുകളൊക്കെ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പ്രശ്നം നിങ്ങളുടെ ഭാര്യയായിട്ട്?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയില്ല, കാരണം എൻ്റെ ഭാര്യനെ കുറിച്ച് മറ്റൊരു അന്യപുരുഷനോട് അവളുടെ കുറ്റം കുറവും പറയേണ്ട ആവശ്യം എനിക്കില്ല. അവസാനം ആ ബന്ധം എന്ത് ചെയ്തു, മുന്നോട്ട് പോയില്ല, അത് തൊലാക്കായി. തൊലാക്കായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇപ്പോൾ തൊലാക്കായില്ലേ, ഇനിയെങ്കിലും പറഞ്ഞൂടെ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പോൾ അവൾ എനിക്ക് അന്യ സ്ത്രീയാണ്, ഒരു അന്യ പെണ്ണിനെ കുറിച്ചിട്ട് ഞാൻ എന്തിനാ പറയണത്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ നാവിന്ന് നമ്മുടെ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റം കുറവും നമ്മൾ പറയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഭാര്യയോടുള്ള ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് മറന്നിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന ആളുകളോ, ഇത് കേട്ട ആളുകൾ മറക്കണ്ടാകില്ല. നമ്മൾ ഭാര്യൻ്റെ കൂടെ അങ്ങനെ പോകുമ്പോഴേ അവരുടെ മനസ്സിലുണ്ടാകും, ഓ നീ എത്ര വലിയ നല്ല ആളാണെങ്കിൽ ഞങ്ങൾക്കറിയാലോ നിൻ്റെ സ്വഭാവത്തെ കുറിച്ചിട്ട്. അവരുടെ മനസ്സിൽ നിന്ന് അത് മാറില്ല. അതുകൊണ്ട് ഒരിക്കലും തൻ്റെ ഭാര്യയെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആറാമത്, തൻ്റെ ഭാര്യയ്ക്ക് മതം പഠിപ്പിച്ചു കൊടുക്കണം, ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ. അവിടെ ആദ്യം പറഞ്ഞത് എന്താ? സ്വന്തത്തേന്നാ. പിന്നെ പറഞ്ഞത് എന്താ? കുടുംബത്തെയാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദിബൂഹും അല്ലിമൂഹും, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അറിവ് പറഞ്ഞു കൊടുക്കണം, അവരെ മര്യാദ പഠിപ്പിക്കണം. വസ്ത്രം ധരിക്കുന്ന സമയത്തുള്ള മര്യാദ എന്താണ്? വീട്ടിലേക്ക് അന്യ പുരുഷന്മാർ വരുമ്പോൾ ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത് തുടങ്ങിയ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. അംർ ബിൻ ഖൈസ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ പറയാണ്, നാളെ പരലോകത്ത് വെച്ച് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് തർക്കിക്കുന്ന ചില ഭാര്യമാരെന്ത് ചെയ്യും? ഭർത്താവിനോട് നാളെ പരലോകത്ത് വെച്ച് തർക്കിക്കും. എന്തിനാ തർക്കിക്കാനുള്ള കാരണം എന്നറിയോ? ഭാര്യ പറയും, അള്ളാഹുവിനോട് പറയാണ്, റബ്ബേ, ഈ മനുഷ്യൻ എനിക്ക് ഒരു അറിവും പഠിപ്പിച്ചു തന്നിട്ടില്ല, ഒരു മര്യാദയും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇയാൾ ആകെ ചെയ്തതെന്താ? അങ്ങാടിയിൽ നിന്ന് റൊട്ടി വാങ്ങിക്കൊടുന്നു എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷേ ഒരറിവ് പോലും അയാൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുടുംബസമേതം നമുക്ക് ദീനീ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള എത്ര സൗകര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാകും, എന്നാൽ ചില ഭർത്താക്കന്മാരാണ് അതിലെന്ത് ചെയ്യണത്? പുറകോട്ട് വലിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ നല്ല ഭർത്താവിൻ്റെ പ്രത്യേകത അവൻ്റെ ഭാര്യയ്ക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കും, അറിവ് നൽകും എന്നുള്ളതാണ്. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഒരു നല്ല ഭർത്താവിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഭാര്യയോട് വിട്ടുവീഴ്ച കാണിക്കണം. ഇന്ന് ചില ആളുകളുടെ പ്രത്യേകത നിസാരമായ കാര്യങ്ങളായിരിക്കും, അതിങ്ങനെ പർവ്വതീകരിച്ച് അത് വലിയ കുടുംബ കലഹങ്ങളിലേക്കും തൊലാക്കിലേക്കും എത്തിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കരുതിയിരിക്കുക. അള്ളാഹു പറഞ്ഞ വാക്കാണ്. എന്നാൽ അള്ളാഹു പറയാണ്, വ ഇൻ തഅഫു വ തസ്ഫഹു വ തഗ്ഫിറു, നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മാപ്പ് നൽകണം, അതേപോലെ തന്നെ അവർക്ക് വിട്ടുവീഴ്ച കാണിക്കണം, അവർക്ക് പുറത്തു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്ത ഒരു തെറ്റ്, നമ്മൾ ചെയ്ത ഒരു ഹറാമ് അള്ളാഹു പുറത്തു തരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യ ചെയ്ത ഒരു തെറ്റ് അത് വിട്ടുവീഴ്ച കാണിക്കാൻ, അത് മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം നോക്കുകയാണ്, തഅഫു വ തസ്ഫഹു വ തഗ്ഫിറു, 3 നോക്കുമ്പോൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ 3നും പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത് അഫൂവ് കാണിക്കണം എന്നാണ്. എന്താ അഫൂവ് എന്നറിയോ? ഒരാൾക്ക് അയാളുടെ ഭാര്യയെ ശിക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കെ പുറത്തു കൊടുക്കലാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു, എനിക്ക് എൻ്റെ ഭാര്യയെ ശിക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കെ ഞാൻ എന്ത് ചെയ്യുക? അവർക്ക് പുറത്തു കൊടുക്കലാണ്. രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു, വതസ്ഫഉ, എന്ത് ചെയ്യുക? ആ തെറ്റ് കണ്ടില്ല എന്ന് വെക്ക്, ചെറിയ നിസാരായ കാര്യമായിരിക്കും, അത് കണ്ടില്ല എന്ന് വെക്കുക. അതേപോലെ തന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിന്നീട് ഒരിക്കലും അത് സൂചിപ്പിക്കാതിരിക്കുക. ചില ആളുകളുണ്ട്, അവർ എന്ത് ചെയ്യില്ല, അവരുടെ മേലിൽ ശിക്ഷ ഒന്നും നടപ്പിലാക്കൂല, പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുത്തും. ഞാൻ ഇന്ന് രാവിലെ ഈ കുടുംബ മേഖലയിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അയാൾ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അയാളുടെ അരികിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും വന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് ഒരു അവിഹിതം ഉണ്ട് എന്നുള്ളതാണ്. അഥവാ 1 3 4 അവിഹിതങ്ങളുണ്ട്. അഥവാ ഭർത്താവ് 1ാമത്തെ അവിഹിതം പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ഇത് പ്രശ്നമായി, ഭാര്യന് ഒരിക്കലും ഉണ്ടാകൂല എന്നൊക്കെ പറഞ്ഞു, അയാൾ പുറത്തു കൊടുത്തു. 2ാമതും ഇതേപോലെ പ്രശ്നം ഉണ്ടായി, അയാൾ വീണ്ടും പുറത്തു കൊടുത്തു. 3ാമതും ഇതേപോലെ ഉണ്ടായി, 3ാമതും പുറത്തു കൊടുത്തു.
4ാമതുണ്ടായപ്പോഴാണ് ഇയാളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമാണ് ഈ കൗൺസിലിംഗ് നടത്തുന്ന ആൾ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നല്ലെങ്കിൽ ഈ ഭാര്യയെ ത്വലാഖ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. അപ്പോൾ ഇയാൾ തിരഞ്ഞെടുത്തത് ഏതാണെന്നറിയോ? ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമല്ല, ഞാൻ അതിന് പുറത്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് നടത്തുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾ ആ ഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മനസ്സോടായിരിക്കണം ഇവിടുന്ന് പോകേണ്ടത്. അഥവാ ഒരിക്കലും എൻ്റെ ഭാര്യൻ്റെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന മനസ്സോട് കൂടി പോകണം. അയാൾ പറഞ്ഞു, ഞാൻ സമ്മതം, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല എന്ന് പറഞ്ഞിട്ട് അയാൾ പോയിന്ന. അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനും ഒരു ഭർത്താവാണ്, പക്ഷെ നമ്മുടെ ഭാര്യ എന്നൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വിട്ടുവീഴ്ച കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിൻ സുബ്ഹാനഹു തആല സ്വാലിഹായ ഇണകളാക്കി നമ്മുടെ ഇണകൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. 3ാമത് പറഞ്ഞത് തെറ്റിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് വിട്ടു നിൽക്കുക, ആ തെറ്റുകൾ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. നമ്മളെപ്പോഴും ഒരു അവധാനത കാണിക്കണം, എടുത്തു ചാടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ദിവസം, ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിൻ്റെ കൂടെ അങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീബി പറയാണ്, പെട്ടെന്ന് നബി എണീറ്റു, ഞാൻ ഉറങ്ങാണ്. നബി എണീറ്റ സമയത്ത് എന്ത് ചെയ്തു, ഞാൻ അറിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയുള്ള ചെരുപ്പ് ധരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ആയിഷ ബീബി പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്, എവിടേക്കാണ് നബി പോണത്, എവിടേക്കാണ് ഈ രാത്രി എന്നെ വിട്ട് നബി പോണത്, വേറെ മറ്റുള്ള ഭാര്യമാരുടെ അരികിലേക്ക് പോവുകയാണോ എന്ന രൂപത്തിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് ചിന്ത ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകൻ്റെ കൂടെ പോയി. പ്രവാചകൻ എവിടേക്കാണ് പോണത് എനിക്കറിയണമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ബഖീ ഖബർസ്ഥാനിലാണ്. എന്നിട്ട് ആ ബഖീ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് കിട്ടാൻ വേണ്ടി സുദീർഘമായി കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആയിഷ ബീബി പറയാണ്, സുമ്മൻ ഹറഫ, പ്രവാചകൻ തിരിഞ്ഞു എന്നാണ്. തിരിഞ്ഞപ്പോൾ ബാക്കിൽ ആരുണ്ട്, ആയിഷ ബീബി ഉണ്ട്. ആയിഷ ബീബി പുറകിലുള്ള വിവരം ആർക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പം നബി കാണാതിരിക്കാൻ ആയിഷ ബീബി തിരിഞ്ഞു. ആയിഷ ബീബി പറയാണ്, ഫാസ്റഅതു, നബി എന്ത് ചെയ്തു, വേഗത്തിൽ നടന്നു. അപ്പം ഞാനും വേഗത്തിൽ നടന്നു. നബി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, എനിക്ക് വീട്ടിലെത്തണം. ആയിഷ ബീബി പറയാണ്, ഫഹർവൽതു, നബി എന്ത് ചെയ്തു, ഓടി. അപ്പോൾ ഞാനും ഓടി. സ്വാഭാവികമാണ്, ഞാൻ ഓടി വന്ന് എൻ്റെ വിരിപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്, എൻ്റെ വയറിങ്ങനെ വീർക്കുന്നുണ്ട്, നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, ആയിഷ എന്താ പറ്റിയത്? ആയിഷ ബീബി പറഞ്ഞില്ല നബി, ഒന്നും പറ്റിയിട്ടില്ല. അല്ല എന്നാലും എന്താണ് ഇതിങ്ങനെ കിടക്കണം, എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് മിണ്ടിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ പറഞ്ഞോ, അല്ലെങ്കിൽ ലത്തീഫുൽ ഖബീറായ റബ്ബ് എനിക്ക് വിവരം അറിയിച്ചു തരും. അപ്പോൾ ആയിഷ ബീബി പറയാണ്, നബിയെ നിങ്ങൾ ഇങ്ങനെ രാത്രി എണീറ്റ് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോണത് എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രശ്നത്തെ എങ്ങനെ നബി അവസാനിപ്പിച്ചതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് ആയിഷ ബീബിയോട് പറയാണ്, അദനൻതി അൻ യഹീഫ അല്ലാഹു അലൈകി വറസൂലുഹു, ആയിഷ അള്ളാഹും റസൂലും നിങ്ങളെ തൊട്ട് പിണങ്ങുന്നാണ് വിചാരിക്കണത്, നിങ്ങളെ തൊട്ട് വിട്ടുപോകുന്നതാണ് നിങ്ങൾ വിചാരിക്കണത്. എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയം കൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബ കലഹത്തിലേക്കും ത്വലാഖിലേക്ക് എത്തിക്കുന്നൊരു വിഷയമാണ്. എന്നെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് നബിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നത്തെ അവധാനതയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം, അവധാനത കാണിക്കണം, എടുത്തു ചാടരുത്. എടുത്തു ചാടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആലോചിച്ച് അവധാനതയോടുകൂടി കാര്യങ്ങളെ നോക്കുവാൻ അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാൽ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നല്ല ഭർത്താവ് എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7ഓളം കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഭാര്യ നമുക്കുള്ള അമാനത്താണ്, അത് നമ്മൾ മറക്കരുത്. ഒരു ഭാര്യയുടെ അവസ്ഥകൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. സ്വാഭാവികമാണ്, സ്ത്രീകൾ പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന ഓരോ വേദനകളും അവരുടെ പ്രയാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു പീരീഡ് സമയത്ത് ഒരു പെണ്ണിനുണ്ടാകുന്ന വേദന ഒരു മെഷീൻ രൂപത്തിൽ പിന്നെ പുരുഷന്മാരുടെ വയറിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ചിട്ട് അവരുടെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ചില വീഡിയോസ് കാണാൻ കഴിയും. അഥവാ ഹൈലുള്ള സമയത്ത്, പീരീഡ്സ് ഉള്ള സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ട് എന്ന് പുരുഷന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയൊരു പരീക്ഷണമാണ്. ഓരോ പുരുഷന്മാരും 10 സെക്കൻഡിൻ്റെ മേലെ അത് ആ മെഷീന് വെച്ചില്ല എന്നുള്ളതാണ്. അത് അത്രത്തോളം വേദനയാണ്. അപ്പോൾ അങ്ങനെ വേദനകളൊക്കെ സഹിക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സമ്മാനങ്ങൾ നൽകണം. എന്തിനാ ഭാര്യമാർക്ക് സമ്മാനങ്ങൾ നൽകേണ്ടത്? തഹാദു തഹാബു, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാകാനാണ്. അത് വലിയ വിലമതിക്കുന്ന വസ്തുക്കൾ നൽകണം, സ്വർണം നൽകണം, വെള്ളി നൽകണം എന്നല്ല. ഒരു ചെറിയ മുട്ടായി ആണെങ്കിലും അതിലും ഒരു സ്നേഹമുണ്ട്. പരസ്പരം സമ്മാനങ്ങൾ നൽകുമ്പോൾ അതിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭാര്യയോടുള്ള സ്നേഹം വെളിവാക്കണം.
നമുക്ക് ഭാര്യ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടാകൂല. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഇതേവരെ പറഞ്ഞിട്ടുണ്ടാകൂല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് പ്രകടമാക്കണം, അത് പറയണം. അത് ഇസ്ലാമിക സുന്നത്തായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെങ്കിൽ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഭാര്യമാരെ അടിക്കരുത്, തെറി വിളിക്കരുത്. ചില ഭർത്താക്കന്മാർ ചില ആളുകളുടെ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള യാത്രയിലൊക്കെ ചില ആളുകൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയോട് സംസാരിക്കുന്ന ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വല്ലാത്ത സങ്കടം തോന്നും. സ്വന്തം ഭാര്യയോടാണ് സംസാരിക്കുന്നത്, ഒരു പ്രയാസമില്ലാതെ എങ്ങനെയൊക്കെ മോശപ്പെട്ട വാക്കുകളാണ് വിളിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീബി പറയാണ്, എൻ്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ്റെ ഭാര്യമാരെയോ പ്രവാചകൻ്റെ ഹാദിമിങ്ങളെയോ തെറി വിളിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. ഭാര്യയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മുഖത്തടിക്കരുത് എന്നുള്ളതാണ്. അവരായിട്ട് വല്ല സൗന്ദര്യ പണക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കിടപ്പറയിലാണ് തീർക്കേണ്ടത്, അത് മറ്റുള്ള നാട്ടുകാരെ അറിയിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എന്നാൽ ഇന്ന് എന്താ പ്രശ്നം എന്താ അറിയോ, ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുമ്പിൽ ഒരു ക്യാമറയും വെച്ചിട്ട് അന്നത്തെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ടോപ്പിക് അതാണ്. സ്വന്തം കിടപ്പറ രഹസ്യങ്ങൾ പോലും ഒരു മടിയും കൂടാതെ പറയുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. ഞാനും ഒരു ഭർത്താവാണ്, നിങ്ങളും ഒരു ഭർത്താവാണ്. അല്ലാഹു സ്വാലിഹായ ഭർത്താക്കളായിക്കൊണ്ട് നമ്മളെ മാറ്റുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. ഇവർ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.